ഹായ് കൂട്ടുകാർ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. 4ാം ക്ലാസ്സിൻ്റെ 2024 വാർഷിക പരീക്ഷ അൽ ഫിഖ്ഹുൽ ഇസ്ലാം നടത്തിയതിൻ്റെ ചോദ്യപേപ്പറുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. നമുക്ക് ചോദ്യത്തിലേക്ക് കടക്കാം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽ ഫിഖ്ഹുൽ ഇസ്ലാം നമ്മൾ കഴിഞ്ഞ വർഷമൊക്കെ 2023-ത്തും 2022-ത്തും നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. സ്കൂൾ മദ്രസയിലും ഈ ബുക്ക് തന്നെയായിരുന്നു, അതിൻ്റെതൊക്കെ നമ്മൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് ആദ്യം ബുക്കിൻ്റെ പേര് അഹ്കാമുൽ ഇസ്ലാം എന്നായിരുന്നു. അപ്പോൾ ചോദ്യപേപ്പർ അഹ്കാമുൽ ഇസ്ലാം എന്നായിരിക്കും കാണുക. അപ്പോൾ നിങ്ങൾ ഈ പാഠബുക്ക് തന്നെയാണ്. അപ്പോൾ എല്ലാവരും മനസ്സിലാക്കി ഉപകാരപ്പെടുത്തുക. വീഡിയോ കൂട്ടുകാർക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമുക്ക് ചോദ്യത്തിലേക്ക് കടക്കാം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. 1 മുതൽ കോളത്തിൽ ശരി അടയാളപ്പെടുത്താനാണ്. എന്താണ് വന്നത്? ഒന്നാമത്തെ ചോദ്യം എന്താ വന്നത്? നോമ്പിൻ്റെ ഫർളുകൾ എത്രയാണ് എന്നാണ്. നോമ്പിന് 2 ഫർളുകളാണുള്ളത്. 2 ഏതൊക്കെയാണ് നോമ്പിൻ്റെ ഫർളുകൾ? 2 ഏതൊക്കെയാണ് നോമ്പിൻ്റെ ഫർളുകൾ? 2 എല്ലാ ദിവസവും രാത്രി നിയ്യത്ത് ചെയ്യൽ, നോമ്പ് മുറിയുന്ന കാര്യങ്ങൾ ഉപേക്ഷിക്കൽ, ഇവയാണ് നോമ്പിൻ്റെ 2 ഫർളുകൾ. നമ്മൾ അവസാനത്തെ ചാപ്റ്ററിലാണ് പറയുന്നത്, മനസ്സിലാക്കുക. അടുത്ത എന്താണ്? ജുമാക്ക് വേണ്ട ആളുകൾ. ജുമാക്ക് 40 ആളുകൾ വേണം. 40 ആളുകൾ. അടുത്തതാ തറാവീഹ് നിസ്കാരം. തറാവീഹ് നിസ്കാരം 20 റക്അത്താണ്. തറാവീഹ് നിസ്കാരം 20 റക്അത്താണ്. അപ്പോൾ നമ്മൾ സുന്നത്ത് നിസ്കാരങ്ങളെ കുറിച്ച് പഠിച്ചിട്ടുണ്ട്. അതിൽ പറയുന്നുണ്ട് 11 റക്അത്തുള്ളത് ഏത് നിസ്കാരമാണ്? വിത്ർ നിസ്കാരമാണ്. വിത്രിൻ്റെ സമയം എപ്പോഴാണ്? ഇശാ നിസ്കരിച്ചതിന് ശേഷം സുബ്ഹി വരെയാണ് വിത്രിൻ്റെ സമയം. അത് 11 റക്അത്താണ്. പിന്നെ 8 റക്അത്തുള്ളത് ളുഹാ നിസ്കാരം. സൂര്യോദയം കഴിഞ്ഞ് ഏകദേശം 20 മിനിറ്റ് കഴിഞ്ഞത് മുതൽ ഉച്ചയാകുന്നത് വരെയാണ് ളുഹായുടെ സമയം. അത് 8 റക്അത്താണ്. അപ്പോൾ നമ്മൾ സുന്നത്ത് നിസ്കാരങ്ങൾ പാഠത്തിൽ തദ്രിബാത്തിൻ്റെ ഭാഗത്തുണ്ട് സുന്നത്ത് നിസ്കാരങ്ങളും അതിൻ്റെ സമയവും അതിൻ്റെ റക്അത്തുകളുടെ എണ്ണവും. ആ ഭാഗം നന്നായി മനസ്സിലാക്കുക. ഏതാണ് എങ്ങനെയാണ് ചോദ്യം വരിക നമുക്ക് പറയാൻ പറ്റൂല. ഇപ്പോൾ ഇവിടെ വന്നു അടുത്ത ചോദ്യം എന്താണ്? മഗ്രിബിനും ഇശായിനും ഇടയിലുള്ള നിസ്കാരമാണ് ഏതെന്ന്. ഏതാണ് മഗ്രിബിനും ഇശായിനും ഇടയിലുള്ളത്? അവ്വാബീൻ നിസ്കാരം മഗ്രിബിനും ഇശായിനും ഇടയിലാണ്. 20 റക്അത്താണത് അവ്വാബീൻ. അപ്പോൾ അതുപോലെ മറ്റു ചോദ്യങ്ങൾ വരും. തസ്ബീഹ് നിസ്കാരത്തിൻ്റെ സമയം, അതിന് പ്രത്യേക സമയമില്ല. എത്ര റക്അത്താണ്? 4 റക്അത്താണ്. അതുപോലെ ഗ്രഹണ നിസ്കാരം, അത് 2 റക്അത്താണ്. അതിൻ്റെ സമയം എപ്പോഴാണ്? ഗ്രഹണം തുടങ്ങിയത് മുതൽ അവസാനിക്കുന്നത് വരെയാണ്. ഫർള് നിസ്കാരങ്ങളുടെ മുമ്പ് ശേഷമുള്ള നിസ്കാരം ഏതാണ്? റവാത്തിബ് നിസ്കാരമാണ്. അത് 22 റക്അത്താണ്. അങ്ങനെയൊക്കെ ചോദ്യം 2 രീതിയിലും തിരിച്ചും മറിച്ചൊക്കെ വരും. അപ്പോൾ മനസ്സിലാക്കുക. അടുത്ത എന്താണ്? അടുത്ത ചോദ്യം അതാണ്, ഞാനത് ശ്രദ്ധിച്ചിട്ടില്ല. റവാത്തിബ് നിസ്കാരം അത് 22 റക്അത്താണ്. ഓക്കെ. ഇനി ഒന്നാമത്തെ അത്തഹിയാത്ത് എന്താണ്? അബ്ആദ് സുന്നത്താണോ, ഫർളാണോ, ഹൈആത്ത് സുന്നത്താണോ എന്നാണ്. എന്താണ് ഒന്നാമത്തെ അത്തഹിയാത്ത്? അബ്ആദ് സുന്നത്താണ്. അത് മറന്നാൽ നമുക്ക് സഹവിൻ്റെ സുജൂദ് ഉണ്ട് എന്ന് പറഞ്ഞു. സഹവിൻ്റെ സുജൂദിൻ്റെ സമയം എപ്പോഴാണ്? സലാം വീട്ടുന്നതിൻ്റെ തൊട്ട് മുമ്പ്, അല്പം മുമ്പായിട്ട്, സലാം വീട്ടുന്നതിൻ്റെ മുമ്പായിട്ടാണ് സഹവിൻ്റെ സുജൂദ്. അപ്പോൾ അബ്ആദ് സുന്നത്തുകൾ 7 പാഠത്ത് പഠിച്ചിട്ടുണ്ട്. അപ്പോൾ അതുപോലെ ഒന്നാമത്തെ അത്തഹിയാത്ത് വന്നതുപോലെ നമുക്ക് ഒന്നാമത്തെ അത്തഹിയാത്തിനും സ്വലാത്തിനും ഇരിക്കൽ, ഇത് അബ്ആദ് സുന്നത്താണ്. നിസ്കാരത്തിൻ്റെ ഫർളാണ്. ഹൈആത്ത് സുന്നത്താണ് വന്ന് നമുക്ക് അബ്ആദ് സുന്നത്തും ടിക്ക് ചെയ്യാൻ കഴിയണം. അപ്പോൾ അത് മനസ്സിലാക്കുക. ഇനി ചേരുംപടി ചേർക്കാനാണ്. 2 അക്ഷരം മൊഴിയൽ. 2 അക്ഷരം മൊഴിഞ്ഞാൽ എന്താണ്? നിസ്കാരം ബാത്തിലാകുന്ന കാര്യമാണ്. നിസ്കാരം ബാത്തിലാകുന്ന കാര്യങ്ങൾ പഠിച്ചിട്ടുണ്ട്. തുടർച്ചയായ 3 ചലനം, ഖുർആന്, ദിക്ർ, വചനമല്ലാത്ത 2 അക്ഷരം, അർത്ഥമുള്ള 1 അക്ഷരം, ഇതൊക്കെ മൊഴിഞ്ഞാൽ നിസ്കാരം ബാത്തിലാകുന്ന. അപ്പോൾ അതാണ് നിസ്കാരം ബാത്തിലാകുന്ന കാര്യമാണ്. അപ്പം അതിൻ്റെ എഴുതാം. അടുത്തതാ ദിക്ർ വർദ്ധിപ്പിക്കൽ. എന്താണ്? നോമ്പിൻ്റെ സുന്നത്താണ്. നോമ്പിൻ്റെ സുന്നത്തുകളിൽ പറഞ്ഞിട്ടുണ്ട് ദിക്ർ വർദ്ധിപ്പിക്കുക, ഖുർആൻ പാരായണം, ഇതൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അപ്പം അതിൻ്റെ എഴുതാം. അടുത്തത് ബലികർമ്മം. എന്താണ്?
വലിയ പെരുന്നാളിലെ പ്രധാന കർമ്മമാണ് ബലികർമ്മം. ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിൻ്റെ സ്മരണ പുതുക്കൽ. അപ്പം അതിൻ്റെ ഡി ഏതാ? അടുത്തതാ സൊഫ് ശരിയാക്കൽ. സൊഫ് ശരിയാക്കൽ എന്താണ്? ജമാഅത്തിൻ്റെ സുന്നത്താണ്. ജമാഅത്തിൻ്റെ സുന്നത്താണ് സൊഫ് ശരിയാക്കൽ, ജമാഅത്ത്. അപ്പം അതിൻ്റെ സി ഏതാ? പിന്നെ സുഗന്ധം പൂശൽ, അത് ജുമുഅയുടെ സുന്നത്താണ്. സുഗന്ധം പൂശൽ, ജുമുഅക്ക് പോകുമ്പോൾ സുഗന്ധം ഉപയോഗിച്ച് പോലൊക്കെ ജുമുഅയുടെ സുന്നത്താണ്. അപ്പം അതിൻ്റെ ബി ഏതാ? അപ്പോൾ ഇതൊക്കെ മനസ്സിലാക്കുക. ഇതൊക്കെ മാറിയ വരാം നമുക്ക്. നോമ്പിൻ്റെ സുന്നത്ത് വേറെയുണ്ട്, ജുമുഅയുടെ സുന്നത്തും വേറെയുണ്ട്, ജമാഅത്തിൻ്റെ സുന്നത്ത് വേറെ വരുന്നുണ്ട്. അപ്പം അതുപോലെ മാറി വന്നാൽ നമുക്കിതുപോലെ ഓപ്ഷൻ കറക്റ്റാക്കാൻ കഴിയണം. പാഠം മനസ്സിലാക്കുക. അടുത്ത ഇനി പൂരിപ്പിക്കാനാണ്. എന്താ വന്നത്? അടുത്ത പൂരിപ്പിക്കണം. എന്താണ്? നിസ്കാര ശേഷം ഡേഷ് തവണ അൽഹംദുലില്ലാ ചൊല്ലണം. എന്താ എത്ര തവണയാണ്? 33 തവണ. 33 തവണ അൽഹംദുലില്ലാ, അല്ലാഹു അക്ബർ, സുബ്ഹാനല്ലാ എന്ന് ചൊല്ലണം. പിന്നെ ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു ലഹുൽ മുൽക്കു വലഹുൽ ഹംദു വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ. ഇത് ഒരു പ്രാവശ്യവും. അപ്പം ഇത് ചൊല്ലിയാലുള്ള ശ്രേഷ്ഠത എന്താണ്? സമുദ്രത്തിലെ നുരയോളം പാപങ്ങളുണ്ടെങ്കിൽ അവ പൊറുക്കപ്പെടും. അപ്പം അത് മനസ്സിലാക്കുക. എല്ലാ നിസ്കാര ശേഷവും 33 തവണ ചൊല്ലേണ്ടത് സുബ്ഹാനല്ലാ, അൽഹംദുലില്ലാ, അല്ലാഹു അക്ബർ. അപ്പം അതിൽ വേറെയും പറയുന്നുണ്ട്. ലാ ഇലാഹ ഇല്ലല്ലാ 10 തവണ, അല്ലാഹുമ്മ അജിർനി മിനന്നാർ, അത് സുബഹിക്കും മഗ്രിബിനു ശേഷം 7 തവണ. പിന്നെയും ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു ലഹുൽ മുൽക്കു വലഹുൽ ഹംദു യുഹ്യി വയുമീതു വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ, അത് സുബഹിക്കും മഗ്രിബിനു ശേഷം 10 തവണ. അതൊക്കെ മനസ്സിലാക്കുക. അടുത്ത എന്താണ്? കുനൂത്ത് ഓതാൻ മറന്നാൽ ഡേഷ് ചെയ്യണം. എന്താണ്? സഹവിൻ്റെ സുജൂദ് ചെയ്യണം. കുനൂത്ത് ഓതാൻ മറന്നാൽ സഹവിൻ്റെ സുജൂദ് ചെയ്യണം. അവിടെ നമ്മൾ 7 കാര്യങ്ങൾ പഠിച്ചിട്ടുണ്ട്, അബ്വാബ് സുന്നത്തുകൾ. അപ്പം അത് അതിലൊന്നാണ് കുനൂത്ത് മറന്നാൽ എന്നുള്ളത്. അപ്പം അത്തഹിയ്യാത്ത്, ആദ്യത്തെ അത്തഹിയ്യാത്ത് മറന്നാൽ അതൊക്കെ മാറി വരാം ഇതുപോലെ. അടുത്തതാ പെരുന്നാൾ നിസ്കാരത്തിൽ 1-ാം റക്അത്തിൽ ഡേഷ് തക്ബീർ ചൊല്ലണം. 1-ാം റക്അത്തിൽ 7 തക്ബീർ ചൊല്ലണം. പെരുന്നാൾ നിസ്കാരത്തിൽ 1-ാം റക്അത്തിൽ 7 തക്ബീറും 2-ാം റക്അത്തിൽ 5 തക്ബീറുകളുമാണ് പെരുന്നാൾ നിസ്കാരത്തിൽ. അടുത്തത് വിത്ർ നിസ്കാരം കൂടിയത് ഡേഷ് റക്അത്താണ്. വിത്ർ നിസ്കാരം കൂടിയത് 11 റക്അത്ത്. അപ്പോൾ 11 റക്അത്താണ് വിത്ർ നിസ്കാരത്തിൻ്റെ കൂടിയ റക്അത്ത്, 11 റക്അത്ത്. അടുത്ത എന്താണ്? ഫർള് നിസ്കാരങ്ങൾ ജമാഅത്തായി നിർവഹിക്കൽ പുരുഷന്മാർക്ക് ഫർള് കിഫായയാണ്. ഫർള് നിസ്കാരങ്ങൾ ജമാഅത്തായി നിർവഹിക്കൽ പുരുഷന്മാർക്ക് ഫർള് കിഫായയാണ്. അതേതാ? അടുത്തെന്താ? വെള്ളിയാഴ്ച ഡേഷ് സൂറത്ത് ഓതൽ പ്രത്യേക സുന്നത്തുണ്ട്. എന്താണ്? കഹ്ഫ് സൂറത്തോതൽ. കഹ്ഫ് സൂറത്തോതൽ പ്രത്യേക സുന്നത്തുണ്ട്. സ്വലാത്ത് വർദ്ധിപ്പിക്കുക ഒക്കെ പ്രത്യേക സുന്നത്തുണ്ട്. അപ്പോൾ അതിൽ വെള്ളിയാഴ്ചയുടെ സുന്നത്തുകൾ പറയുന്നുണ്ട് പാഠത്തിൽ. അപ്പം അതിൽ മനസ്സിലാക്കുക. അടുത്തെന്താ? ഇനി ഒറ്റ വാക്കിൽ ഉത്തരം എഴുതാനാണ്. മീസാനിനെ നിറക്കുന്ന ദിക്ർ ഏത്? മീസാനിനെ നിറക്കുന്ന ദിക്റാണെന്ത്? അൽഹംദുലില്ലാ. അൽഹംദുലില്ലാ തംലഉൽ മീസാൻ. അൽഹംദുലില്ലാ മീസാനിനെ നിറയ്ക്കും. അൽഹംദുലില്ലാഹി തംലഉൽ മീസാൻ. അൽഹംദുലില്ലാ മീസാനിനെ നിറയ്ക്കും. അടുത്തെന്താണ്? ഒരു റക്അത്തിൽ മനഃപൂർവം 2 റുക്കൂ ചെയ്താൽ, മനഃപൂർവ്വം 2 റുക്കൂ ചെയ്താൽ നിസ്കാരം ബാത്തിലാകും. ഒരു റക്അത്തിൽ മനഃപൂർവ്വം 2 റുക്കൂ ചെയ്താൽ നിസ്കാരം ബാത്തിലാകും. മനസ്സിലാക്കുക. സുന്നത്തുകൾക്ക് ഫർളിൻ്റെ പ്രതിഫലം ലഭിക്കുന്ന മാസം ഏതാണ്? റമളാനാണ്. സുന്നത്തുകൾക്ക് ഫർളിൻ്റെ പ്രതിഫലം ലഭിക്കുന്ന മാസം റമളാൻ. സുന്നത്തുകൾക്ക് ഫർളിൻ്റെ പ്രതിഫലം ലഭിക്കുന്ന മാസം റമളാന്. സൽക്കർമ്മങ്ങൾക്ക് 700 ഇരട്ടി പ്രതിഫലം ലഭിക്കുന്ന മാസം റമളാന്. ഒരു നോമ്പ് നോറ്റാൽ നരകത്തിൽ നിന്ന് 70 വർഷത്തെ ദൂരത്തേക്ക് അകറ്റും. അതൊക്കെ റമളാനിനെ കുറിച്ചും റമളാനിൻ്റെ നോമ്പിനെ കുറിച്ചിട്ടൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ മനസ്സിലാക്കുക. പിന്നെന്താണ്? നിസ്കാരത്തിന് ശേഷം
ഖുതുബ ഓതുന്ന ഒരു നിസ്കാരം, നിസ്കാരത്തിന് ശേഷം ഖുതുബ ഓതുന്ന നിസ്കാരം പെരുന്നാൾ നിസ്കാരമാണ്. മനസ്സിലാക്കുക, പെരുന്നാൾ നിസ്കാരത്തിന് ശേഷമാണ് ഖുതുബ, ജുമാക്ക് മുമ്പാണ് ഖുതുബ. അടുത്തത് സുബ്ഹാനൽ മലിക്കിൽ ഖുദ്ദൂസ് എന്ന് ചൊല്ലണം ഏത് നിസ്കാര ശേഷം? ഏത് നിസ്കാര ശേഷമാണ്? വിത്ർ നിസ്കാരത്തിന് ശേഷം 3 തവണ സുബ്ഹാനൽ മലിക്കിൽ ഖുദ്ദൂസ് എന്ന് ചൊല്ലണം. വിത്ർ നിസ്കാരത്തിലാണ്. അപ്പോൾ അത് മനസ്സിലാക്കുക. വിത്ർ നിസ്കാരം ചുരുങ്ങിയത് 1 റക്അത്തും കൂടിയത് 10 റക്അത്തുമാണ്. ഏറ്റവും കുറഞ്ഞ പൂർണ്ണ രൂപം 3 റക്അത്താണ്. മനസ്സിലാക്കുക, ചുരുങ്ങിയത് 1 റക്അത്തും കൂടിയത് 11ഉം ഏറ്റവും കുറഞ്ഞ പൂർണ്ണ രൂപം. ചോദ്യങ്ങൾ മനസ്സിലാക്കണം. വിത്റിലെ ഏറ്റവും കുറഞ്ഞ പൂർണ്ണ രൂപം 3 റക്അത്താണ്. 3 തവണ സുബ്ഹാനൽ മലിക്കിൽ ഖുദ്ദൂസ് എന്ന് പറയൽ സുന്നത്താണ് വിത്ർ നിസ്കാരത്തിന് ശേഷം. അപ്പോൾ അത് വിത്റിനെ കുറിച്ചൊക്കെ എഴുതാൻ 5 വരി കുറയാതെ എഴുതാൻ വരും. അപ്പോൾ നമുക്ക് അവസാനത്തിൽ അതിനെ കുറിച്ചിട്ട് പറയാം. അടുത്ത ബാക്കി ചോദ്യം നോക്കാം. അടുത്ത എന്താണ്? സഫുകൾക്കിടയിൽ എത്ര അകലം വേണം? 3 മുഴം. 3 മുഴം അകലം വേണം സഫുകൾക്കിടയിൽ. മനസ്സിലാക്കുക. അടുത്തത് നോമ്പ് തുറന്ന ഉടനെ എന്ത് ചൊല്ലണം? എന്താണ് നോമ്പ് തുറന്ന ഉടനെ ചൊല്ലേണ്ടത്? അല്ലാഹുമ്മ ലക സുംതു വഅലാ റിസ്കിക അഫ്തർതു ദഹബൽ ലമഉ വബതലത്തിൽ ഉറൂഖു വസബതൽ അജ്റു ഇൻഷാ അല്ലാഹ് എന്ന ദിക്ർ ചൊല്ലൽ സുന്നത്താണ് നോമ്പ് തുറന്ന ഉടനെ. വെള്ളിയാഴ്ച സുബ്ഹിന് ശേഷം യാത്ര പോവൽ ഹറാമാണ്. ആർക്കാണ്? ജുമാ നഷ്ടപ്പെടുമെന്ന് വന്നാൽ അവർക്ക് വെള്ളിയാഴ്ച സുബ്ഹിന് ശേഷം യാത്ര പോവൽ ഹറാമാണ്. ജുമാ നഷ്ടപ്പെടുമെന്നുള്ളവൻ വെള്ളിയാഴ്ച സുബ്ഹിന് ശേഷം യാത്ര പോവൽ ഹറാമാണ്. അടുത്തതെന്താ? 40 ദിവസം ഇമാമിൻ്റെ കൂടെ തക്ബീർ ലഭിച്ചവർക്കുള്ള നേട്ടം. എന്താണ്? ജമാഅത്ത് നിസ്കാരത്തെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. 40 ദിവസം ഇമാമിൻ്റെ കൂടെ തക്ബീറത്തുൽ ഇഹ്റാം ലഭിക്കുന്നവന് നരകമോചനവും കാപഢ്യത്തിൽ നിന്നുള്ള മോചനവും ലഭിക്കുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. നരകമോചനവും കാപഢ്യത്തിൽ നിന്നുള്ള മോചനവും ലഭിക്കുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. ഒറ്റക്ക് നിസ്കരിക്കുന്നതിനേക്കാൾ 27 ഇരട്ടി പ്രതിഫലമുണ്ട് ഒരു ജമാഅത്തിൽ പങ്കെടുത്താൽ, ഒറ്റക്ക് നിസ്കരിക്കുന്നതിനേക്കാൾ. മനസ്സിലാക്കുക. അടുത്ത എന്താണ്? പെരുന്നാൾ നിസ്കാരത്തിൻ്റെ സമയം. പെരുന്നാൾ നിസ്കാരത്തിൻ്റെ സമയം സൂര്യൻ ഉദിച്ചത് മുതൽ ളുഹർ വരെയാണ് പെരുന്നാൾ നിസ്കാരത്തിൻ്റെ സമയം. അത് 2 റക്അത്താണ്. അടുത്തത് അഫല അകൂനു അബ്ദൻ ഷക്കൂറ. ആരോട് ചോദിച്ചു? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ആയിഷ ബീവി റളിയല്ലാഹു അൻഹായോട് ചോദിച്ചതാണ്. അഫല അകൂനു അബ്ദൻ ഷക്കൂറ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ആയിഷ ബീവിയോട് ചോദിച്ചതാണ്. എന്താണ്? ഞാൻ നന്ദിയുള്ള ഒരടിമയാകേണ്ടതില്ലയോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ആയിഷ ബീവി റളിയല്ലാഹു അൻഹായോട് ചോദിച്ചതാണ്. സന്ദർഭം എന്താണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ധാരാളമായി സുന്നത്ത് വർദ്ധിപ്പിക്കാറുണ്ടായിരുന്നു. കൂടുതൽ നിസ്കരിച്ചതിനാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലിൽ നിന്ന് നീര് വന്നു. ഇത് കണ്ട ആയിഷ ബീവി റളിയല്ലാഹു അൻഹ ചോദിച്ചു, എന്തിന് അങ്ങ് ഇങ്ങനെ കഷ്ടപ്പെടുന്നു? അങ്ങ് പാപസുരക്ഷിതരല്ലേ? അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞതാണ് അഫലാ കൂനു അബ്ദൻ ഷക്കൂറ. ഞാൻ നന്ദിയുള്ള അടിമയാകേണ്ടതില്ലയോ എന്ന്. മനസ്സിലാക്കുക. അടുത്തെന്താണ്? നിസ്കാരം ബാത്തിലാകും എപ്പോഴാണ് നിസ്കാരം ബാത്തിലാകുന്നത്? നിസ്കാരം ബാത്തിലാകുന്ന കാര്യങ്ങൾ നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നിസ്കാരം ബാത്തിലാകും എപ്പോൾ എന്ന് വെച്ചാൽ എന്താണ്? ഷർത്തിനും ഫർളിനും ഭംഗം വന്നാൽ നിസ്കാരം ബാത്തിലാകും. അതാണ് മനസ്സിലാക്കേണ്ടത്. നിസ്കാരത്തിൻ്റെ ഷർത്തിനും ഫർളിനും ഭംഗം വന്നാൽ നിസ്കാരം ബാത്തിലാകും. വിട്ട ഭാഗമൊക്കെ പൂരിപ്പിക്കാൻ വരുന്നത്. ഷർത്തിനും ഡാഷിനും ഭംഗം വന്നാൽ നിസ്കാരം ബാത്തിലാകും, ഫർളിനും. അപ്പോൾ അതൊക്കെ മനസ്സിലാക്കുക. ഇവിടെ നിസ്കാരം ബാത്തിലാകുന്നത് എപ്പോൾ എന്നാണ് ചോദ്യം. അപ്പോൾ നിസ്കാരം ബാത്തിലാകുന്ന കാര്യങ്ങൾ ചോദിച്ചാലാണ് നമ്മൾ നേരത്തെ പറഞ്ഞ കാര്യങ്ങളൊക്കെ എഴുതേണ്ടത്. അപ്പോൾ അത് മനസ്സിലാക്കി പഠിക്കുക. അടുത്തെന്താണ്? എപ്പോഴാണ് സഹ്വിൻ്റെ സുജൂദ് ചെയ്യേണ്ട സമയം? എപ്പോഴാണ് സഹ്വിൻ്റെ സുജൂദ് ചെയ്യേണ്ടത്? അത് ചെയ്യേണ്ടത് എപ്പോഴാണ് സമയമാണ് എഴുതേണ്ടത്. എപ്പോഴാണ്? അപ്പോൾ ഇവിടെ അങ്ങനെ പ്രത്യേകം കൊടുക്കാൻ കാരണം
എപ്പോഴാണ് സഹവിൻ്റെ സുജൂദ് ചെയ്യേണ്ടതെന്ന് ചോദിച്ചാൽ നിസ്കാരത്തിൽ അബ്ആദ് സുന്നത്തുകൾ വല്ലതും നഷ്ടപ്പെട്ടാൽ നമുക്ക് സഹവിൻ്റെ സുജൂദ് ചെയ്യാം. അപ്പം അത് എപ്പോൾ എന്നതിൻ്റെ അങ്ങനെയാണ്. അപ്പോൾ ചെയ്യേണ്ട സമയം ഏതാണെന്ന് വെച്ചാൽ സലാമിൻ്റെ തൊട്ട് മുമ്പ് ആണ് സഹവിൻ്റെ സുജൂദ് ചെയ്യേണ്ടത്. സലാമിൻ്റെ തൊട്ട് മുമ്പാണ് സഹവിൻ്റെ സുജൂദ് ചെയ്യേണ്ടത്. അബ്ആദ് സുന്നത്തും ഹൈആത്ത് സുന്നത്തും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? അബ്ആദ് സുന്നത്തുകളിൽ നിന്ന് വല്ലതും നഷ്ടപ്പെട്ടാൽ അത് സഹവിൻ്റെ സുജൂദ് കൊണ്ട് പരിഹരിക്കാം. എന്നാൽ ഹൈആത്ത് സുന്നത്തുകളിൽ നിന്നൊന്ന് നഷ്ടപ്പെട്ടാൽ അതിന് സഹവിൻ്റെ സുജൂദില്ല. അത് മനസ്സിലാക്കാം. ഇനി എന്താണ്? 5 വരിയിൽ കുറയാതെ എഴുതണം. എന്താണ്? റമളാൻ നോമ്പിൻ്റെ മഹത്വത്തെ കുറിച്ചിട്ടാണ് എഴുതേണ്ടത്. റമളാൻ നോമ്പിൻ്റെ മഹത്വത്തെ കുറിച്ചിട്ട് നമ്മൾ അവസാനത്തെ ചാപ്റ്ററാണ്. ആരെങ്കിലും നോമ്പനുഷ്ഠിച്ചാൽ അന്ത്യനാളിൽ റമളാൻ ശുപാർശ ചെയ്യും. ഒരു നോമ്പ് നോറ്റവന് നരകത്തിൽ നിന്ന് 70 വർഷം ദൂരത്തേക്ക് അല്ലാഹു തആല അകറ്റും. പ്രതിഫലം ലഭിക്കണമെങ്കിൽ ഫർളുകളും സുന്നത്തുകളും പാലിച്ച് നോമ്പനുഷ്ഠിക്കണം. നോമ്പ് മറിയുന്ന കാര്യങ്ങൾ ഒഴിവാക്കണം. റമളാൻ മാസത്തിൽ സൽക്കർമ്മങ്ങൾക്ക് 700 ഇരട്ടി പ്രതിഫലം ലഭിക്കും. അപ്പോൾ അതൊക്കെ മനസ്സിലാക്കി നോമ്പിൻ്റെ മഹത്വത്തെക്കുറിച്ച് എഴുതാം. നോമ്പിൻ്റെ ഫർളുകളും സുന്നത്തുകളും പറയുന്നുണ്ട്. അത് എഴുതാൻ വന്നാൽ നമുക്ക് അതിനെക്കുറിച്ച് എഴുതാം. നോമ്പ് മുറിയുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്? തുറക്കപ്പെട്ട ദ്വാരങ്ങളിലൂടെ തടിയുള്ള വല്ല വസ്തുവും ഉള്ളിലേക്ക് പ്രവേശിക്കുക, ഉണ്ടാക്കി ഛർദ്ദിക്കുക മുതലായവ നോമ്പ് മുറിയുന്ന കാര്യങ്ങളാണ്. നോമ്പിൻ്റെ നിയ്യത്ത് എഴുതാൻ പറഞ്ഞാലോ? നവൈത്തു സൗമാദിൻ അൻ അദാഇ ഫർളി റമളാനി ഹാദിഹി സനതി ലില്ലാഹി തആല. ഈ വർഷത്തെ റമളാൻ മാസത്തിലെ ഫർളായ അദാ ആയ നാളത്തെ നോമ്പ് അല്ലാഹു തആലാക്ക് ഞാൻ നോൽക്കാൻ കരുതുന്നു. അപ്പം നോമ്പ് നിയ്യത്തും അർത്ഥം എഴുതാനൊക്കെ വരും. അപ്പം അത് മനസ്സിലാക്കി പഠിക്കുക. പിന്നെന്താണ്? സുന്നത്തുകൾ പറയുന്നുണ്ട്. എന്തൊക്കെയാണ്? അനാവശ്യ സംസാരങ്ങളോ കളികളും ഒഴിവാക്കുക, ഖുർആൻ പാരായണം, ദിക്റ്, ദാനധർമ്മം എന്നിവ വർദ്ധിപ്പിക്കുക. റമളാനിൽ വർദ്ധിപ്പിക്കണം. എന്തൊക്കെ? ഖുർആൻ പാരായണവും ദിക്റും ദാനധർമ്മങ്ങളും വർദ്ധിപ്പിക്കുക. ഇഅ്തികാഫ് നിർവഹിക്കുക. പകൽ സമയത്ത് സുഗന്ധം ഒഴിവാക്കുക. ദുർവികാരങ്ങളിൽ നിന്നും ദുശ്ചിന്തകളിൽ നിന്നും മാറി നിൽക്കുക. അത്താഴം കഴിക്കുക. സമയമായാൽ ഉടനെ നോമ്പ് തുറക്കുക. ഈത്തപ്പഴം, വെള്ളം എന്നിവ ഉപയോഗിച്ച് നോമ്പ് തുറക്കുക. നോമ്പ് തുറന്ന ഉടനെ ദിക്റ് ചൊല്ലാം. നമ്മൾ നേരത്തെ പറഞ്ഞു. അപ്പോൾ അതൊക്കെ നോമ്പിൻ്റെ സുന്നത്തുകളാണ്. നോമ്പ് തുറക്കാൻ ഉത്തമം എന്താണ്? ഈത്തപ്പഴമോ വെള്ളമോ ആണ്. അപ്പോൾ അതൊക്കെ ആ പാഠത്തെ ആസ്പദമാക്കിയിട്ട് മനസ്സിലാക്കുക. സൂമു തത്തക്കൂ, നോമ്പെടുക്കുക, ഭക്തരാവുക. പിന്നെ അടുത്ത എന്താണ് വന്നത്? യൗമുൽ ജുമുഅയുടെ മഹത്വം, വെള്ളിയാഴ്ചയുടെ മഹത്വം. യൗമുൽ ജുമുഅ എന്ന് പറഞ്ഞാൽ വെള്ളിയാഴ്ചയാണ്. മനസ്സിലാക്കുക. അവിടെ ദിവസങ്ങൾ പറയുന്നുണ്ട് തദ്രിബാത്തിൽ 8ാമത്തെ പാഠത്തിൽ. അപ്പോൾ അത് മനസ്സിലാക്കുക. അവിടെ വെള്ളിയാഴ്ചയുടെ മഹത്വമാണ്. എന്താണ് വെള്ളിയാഴ്ചയുടെ മഹത്വം? അവിടെ പറഞ്ഞിരുന്നു. വെള്ളിയാഴ്ച ദിവസങ്ങളുടെ നേതാവാണ്. വിശ്വാസികളുടെ ആഘോഷ ദിവസമാണ്. പുരുഷന്മാർ നേരത്തെ പള്ളിയിൽ എത്തിച്ചേരണം. വെള്ളിയാഴ്ചയിലെ ആദ്യ സമയം പള്ളിയിൽ എത്തുന്നവർക്ക് ഒട്ടകത്തെ അറുത്ത് ദാനം ചെയ്ത പ്രതിഫലവും, പിന്നീട് വരുന്നവർക്ക് മാടിനെ അറുത്ത് ദാനം ചെയ്ത പ്രതിഫലവും, ശേഷം വരുന്നവർക്ക് ആടിനെ അറുത്ത് ദാനം ചെയ്ത പ്രതിഫലവും, തുടർന്ന് വരുന്നവർക്ക് കോഴിയെ അറുത്ത് ദാനം ചെയ്ത പ്രതിഫലവും, അതിനുശേഷം വരുന്നവർക്ക് ഒരു കുരുവിയെ അറുത്ത് ദാനം ചെയ്ത പ്രതിഫലവും, അതിനുശേഷം വരുന്നവർക്ക് ഒരു കോഴിമുട്ട ദാനം ചെയ്ത പ്രതിഫലം ലഭിക്കും. പ്രഭാതം മുതൽ ഇമാം ഹുതുബക്ക് മിമ്പറയിൽ കയറുന്നവരെയുള്ള സമയത്തെയാണ് 6 ആയി ഭാഗിച്ചുകൊണ്ടാണ് ഈ പ്രസ്തുത കർമ്മം കണക്കാക്കിയത്. അപ്പം അത് ഒക്കെ വെള്ളിയാഴ്ചയുടെ മഹത്വത്തിൽപ്പെട്ടതാണ്. പിന്നെന്താണ്? വെള്ളിയാഴ്ച ദുആക്ക് ഇജാബത്തുള്ള ഒരു പ്രത്യേക സമയമുണ്ട്. ഒരാഴ്ചയുടെ പാപം പൊറുക്കാൻ ജുമുഅ കാരണമായി തീരുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട്. ആർക്കാണ് ജുമുഅ നിർബന്ധമുള്ളത്? പ്രായപൂർത്തിയും ബുദ്ധിയുമുള്ള സ്വതന്ത്രരും ശർഈയായ ഉദുറുകളില്ലാത്തവരുമായ എല്ലാ പുരുഷന്മാർക്കും ജുമുഅ നിർബന്ധമാണ്.
ശർഇയായ കാരണമില്ലാതെ 3 ജുമാ ഒഴിവാക്കിയാൽ ഹൃദയത്തിൽ സീല് വെക്കപ്പെടുമെന്ന് ഹദീസിലുണ്ട്. അപ്പോൾ അതൊക്കെ മനസ്സിലാക്കുക. പിന്നെന്താ, ജുമാ നിർബന്ധമാകുന്ന നാട്ടിൽ വെച്ചാവുക, ളുഹറിൻ്റെ വക്തിലാവുക, ജുമാക്ക് മതിയാവുന്ന 40 ആളുകൾ ഉണ്ടാവുക, 2 ഹുതുബക്ക് ശേഷം മാവുക, ജുമായുടെ 1-ാം റക്അത്ത് ജമാഅത്തായി നടക്കുക. ഇതൊക്കെ എന്താണ് ജുമയുടെ ഷർത്തുകൾ. അപ്പോൾ ജുമയുടെ ഷർത്തിൽ പെട്ടതാണെന്ന് പറഞ്ഞിട്ട് വരും. എന്തേ, ളുഹറിൻ്റെ വക്തിലാവുക, പിന്നെന്താണ് സുബഹിക്ക് ശേഷം കുളിക്കുക, ശരീരത്തിൽ അഴുക്ക് നീക്കുക, അങ്ങനെയൊക്കെ വന്നാൽ നമുക്ക് ഷർത്ത് എന്ന് പറഞ്ഞാൽ എന്താണ്, നിസ്കാരം ജുമാ ശരിയാവാൻ വേണ്ട കാര്യങ്ങളാണ്. അപ്പോൾ അത് ളുഹറിൻ്റെ വക്തിലാവലാണ്. അപ്പോൾ നഖം മുറിക്കലും ശരീരത്തിലെ അഴുക്ക് നീക്കലും സുബഹിക്ക് ശേഷം കുളിക്കലൊക്കെ എന്താണ്, ജുമയുടെ സുന്നത്തുകളാണ്. സുന്നത്തുകൾ വെള്ളിയാഴ്ച രാപ്പകലുകളിൽ സൂറത്തുൽ കഹ്ഫും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മേലുള്ള സ്വലാത്തും വർദ്ധിപ്പിക്കുക. പിന്നെന്താണ്, നല്ല വെളുത്ത വസ്ത്രം ധരിക്കുക, സുഗന്ധം പൂശുക, നടന്നു പോവുക, ഖുതുബ ശ്രദ്ധിച്ച് കേൾക്കുക, തല മറക്കുക തുടങ്ങിയവയൊക്കെ ജുമയുടെ സുന്നത്താണ്. അപ്പോൾ അതൊക്കെ മനസ്സിലാക്കുക. അൽ ജുമുഅ ഹജ്ജുൽ ഫുഖറായ വ മസാക്കീൻ, പാവങ്ങളുടെ ഹജ്ജാണ് എന്ത്, ജുമുഅ. പാവങ്ങളുടെ ഹജ്ജാണ് ജുമുഅ. ജമാഅത്ത് നിസ്കാരത്തിൻ്റെ പ്രതിഫലം ലഭിക്കണമെങ്കിൽ ഷർത്തും അദബുകളും പാലിക്കണം. ജമാഅത്തിൽ പങ്കെടുക്കുന്നവർ ഇഖാമത്തിന് ശേഷം എഴുന്നേൽക്കണം. ജമാഅത്തിൽ ഒരു മഅ്മൂമ് മാത്രമാണെങ്കിൽ ഇമാമിൻ്റെ വലതുഭാഗത്ത് നിൽക്കണം. ഇമാമിനെ തുടർന്ന് നിസ്കരിക്കുന്നു എന്ന് മഅ്മൂമ് നിയ്യത്ത് ചെയ്യണം. ധൃതിയില്ലാതെ നടന്നു പോവുക, ഇഖാമത്തിന് ശേഷം എഴുന്നേൽക്കുക, സഫ് ശരിയാക്കുക, ആളുകൾക്കിടയിൽ വിടവില്ലാതിരിക്കുക, സഫുകൾക്കിടയിൽ 3 മുഴത്തിലധികം അകലമില്ലാതിരിക്കുക. ഇമാമിൻ്റെ കൂടെ ഒരു മഅ്മൂമാണെങ്കിൽ അല്പം പിറകിലായിട്ട് വലതുഭാഗത്ത് നിൽക്കുക. പിന്നീടെത്തുന്നവർ ഇടതുഭാഗത്ത് നിൽക്കുക. ശേഷം 2 പേരും ഒന്നിച്ച് ഇമാമിൻ്റെ നേരെ പിറകിലേക്ക് സഫായി ഇറങ്ങി നിൽക്കുക. അതൊക്കെ ജമാഅത്തിൻ്റെ സുന്നത്തുകളും അദബുകളുമാണ്. ജുമയെക്കുറിച്ച് എഴുതാൻ വന്നതുപോലെ ജമാഅത്തിനെ കുറിച്ച് എഴുതാൻ വരും. അപ്പോൾ ജമാഅത്തിൻ്റെ പാഠഭാഗത്തിൽ ഫസ്റ്റ് വരുന്നുണ്ട്, നിസ്കാരങ്ങൾ ജമാഅത്തായി നിർവഹിക്കൽ പുരുഷന്മാർക്ക് ഫർള് കിഫായയാണ്, അതിന് വലിയ പ്രതിഫലമുണ്ട്. അപ്പോൾ ആ ഒരു പാരഗ്രാഫ് ഉണ്ട് ഫസ്റ്റ് ഭാഗത്ത് വരുന്ന. അപ്പോൾ അത് നന്നായി മനസ്സിലാക്കി പഴയ. ഞാൻ അത്രയും പറഞ്ഞിവിടെ നേരത്തെ പറഞ്ഞിട്ടുണ്ട് അതിനെക്കുറിച്ചൊക്കെ. അപ്പോൾ വീഡിയോ ഒരുപാട് നീട്ടുന്നില്ല. പിന്നെ ജമാഅത്തിൻ്റെ ഷർത്തുകൾ എന്തൊക്കെയാണ്, ഇമാമിനെ തുടർന്ന് നിസ്കരിക്കുന്നു മഅ്മൂം നിയ്യത്ത് ചെയ്യണം. ഇമാമിനേക്കാൾ മടമ്പ് കൊണ്ട് മുന്താതിരിക്കുക. സുജൂദ് റുക്കൂ പോലുള്ളതിലേക്കുള്ള ഇമാമിൻ്റെ നീക്കങ്ങൾ അറിയുക. ജമാഅത്തിൻ്റെ പ്രധാന ഷർത്തുകളാണിതൊക്കെ. അപ്പോൾ അതൊക്കെ മനസ്സിലാക്കുക. ജമാഅത്തിലെ ആദ്യ സഫിൽ നിൽക്കുന്നതിൻ്റെ പ്രതിഫലം അറിയുകയാണെങ്കിൽ അതിനു വേണ്ടി ആളുകൾ നറുക്കെടുപ്പ് നടത്തുമായിരുന്നു. തറാവീഹ് നിസ്കാരത്തെക്കുറിച്ചിട്ടും 5 വരിയിൽ കുറയാതെ എഴുതാൻ വരും. അപ്പോൾ അതാ പാഠത്തെ ആസ്പദമാക്കിയിട്ട് മനസ്സിലാക്കി പഠിക്കുക. അതിൽ വിത്ർ നിസ്കാരത്തെക്കുറിച്ചിട്ടും പറയുന്നുണ്ട്. വിത്ർ നിസ്കാരത്തിൽ ഓതേണ്ട സൂറത്തും തറാവീഹിൽ പ്രത്യേക സൂറത്ത് സുന്നത്തില്ല എങ്കിലും തറാവീഹ് നിസ്കാരങ്ങളിൽ ഖുർആൻ പൂർണ്ണമായി ഓതി തീർക്കൽ സുന്നത്തുണ്ട്. ഖുർആൻ പൂർണ്ണമായി ഓതി തീർക്കൽ സുന്നത്തുണ്ട്. ഏത് നിസ്കാരത്തിൽ? തറാവീഹ് നിസ്കാരത്തിൽ. എന്നാൽ വിത്ർ നിസ്കാരത്തിൽ 1-ാം റക്അത്തിൽ സൂറത്തുൽ അഅ്ലായും 2-ാം റക്അത്തിൽ സൂറത്തുൽ കാഫിറൂനയും 3-ാം റക്അത്തിൽ ഇഖ്ലാസ് മുഅവ്വിദത്തൈനിയും ഓതലും സുന്നത്തുണ്ട്. അപ്പോൾ ഒക്കെ 6-ാമത്തെ പാഠം അതിൽ പറയുന്നുണ്ട് തറാവീഹിനെ കുറിച്ചിട്ടും വിത്റിനെ കുറിച്ചിട്ടും. അത് മനസ്സിലാക്കി പഠിക്കുക. 20 റക്അത്താണ് തറാവീഹ്. അപ്പോൾ ഞാൻ മുമ്പത്തെ വീഡിയോയിലൊക്കെ വിശദമായിട്ട് പറഞ്ഞിട്ടുണ്ട് ഇതിനെക്കുറിച്ചിട്ട്. അപ്പോൾ ഇനിയും വീഡിയോ ഒരുപാട് നീട്ടുന്നില്ല. അപ്പോൾ എല്ലാവരും മനസ്സിലാക്കുക. പെരുന്നാൾ നിസ്കാരം അതിനെക്കുറിച്ചിട്ട് മനസ്സിലാക്കുക. പെരുന്നാൾ നിസ്കാരത്തിന് റക്അത്താണ്. എന്താണ്?
നിസ്കാരം വലിയ പെരുന്നാളാണെങ്കിൽ വലിയ പെരുന്നാൾ സുന്നത്ത് നിസ്കാരം 2 റക്അത്ത് ഇമാമോട് കൂടി അതായി നിസ്കരിക്കുന്നു എന്ന് നിയത്ത് ചെയ്ത് തക്ബീറത്തുൽ ഇഹ്റാം ചൊല്ലി കൈകെട്ടുക. ദുആഉൽ ഇഫ്തിതാഹിന് ശേഷം 7 പ്രാവശ്യം തക്ബീർ ചൊല്ലുക. തക്ബീറുകൾക്കിടയിൽ സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു അല്ലാഹു അക്ബർ എന്ന ദിക്ർ ചൊല്ലുക. ആ ചോദ്യം വരാം, പെരുന്നാൾ നിസ്കാരത്തിൽ തക്ബീറുകൾക്കിടയിൽ എന്ത് ചൊല്ലണം? അപ്പോൾ അത് പഠിക്കാം. പിന്നെ ശേഷം ഫാത്തിഹയും സൂറത്തും ഓതുക. 2ാം റക്അത്തിൽ ഫാത്തിഹയ്ക്ക് മുമ്പ് 5 തവണ തക്ബീർ ചൊല്ലുക. ശേഷം ഫാത്തിഹയും സൂറത്തും ഓതുക. അപ്പോൾ അതൊക്കെ പെരുന്നാൾ നിസ്കാരത്തെ കുറിച്ച് പറയാം. സലാമിന് ശേഷം അറബിയിൽ 2 ഖുത്ബ ഓതി. അപ്പോൾ പെരുന്നാൾ നിസ്കാരത്തിൽ സലാം വീട്ടിയതിന് ശേഷം 2 ഖുത്ബകളുണ്ട്. ആദ്യ ഖുത്ബ തുടങ്ങുമ്പോൾ 9 പ്രാവശ്യവും 2ാം ഖുത്ബ തുടങ്ങുമ്പോൾ 7 പ്രാവശ്യവും തക്ബീർ ചൊല്ലും. അപ്പോൾ അതൊക്കെ മനസ്സിലാക്കട്ടോ. അവിടെ ജമാഅത്ത് സുന്നത്തുള്ള നിസ്കാരങ്ങൾ ഏതൊക്കെ നിസ്കാരങ്ങളാണ് ജമാഅത്ത് സുന്നത്തുള്ളത്? 2 പെരുന്നാൾ നിസ്കാരം, ഗ്രഹണ നിസ്കാരം, മഴയ്ക്ക് വേണ്ടിയുള്ള നിസ്കാരം, തറാവീഹ് നിസ്കാരം, വിത്ർ നിസ്കാരം എന്നിവ ജമാഅത്ത് സുന്നത്തുണ്ട്. ജമാഅത്ത് സുന്നത്തില്ലാത്തത് റവാത്തിബ് സുന്നത്തുകൾ, ലുഹാ, തഹിയ്യത്ത്, തഹജ്ജുദ്, അവ്വാബീന്, തസ്ബീഹ് നിസ്കാരം എന്നിവക്ക് ജമാഅത്ത് സുന്നത്തില്ല. നാം പതിവാക്കേണ്ട സുന്നത്ത് നിസ്കാരങ്ങൾക്കാണ് റവാത്തിബ് സുന്നത്തുകൾ എന്ന് പറയുന്നത്. അവ 22 റക്അത്താണ്. അപ്പോൾ അത് ഏതൊക്കെ സമയം എത്ര റക്അത്ത് എന്നൊക്കെ പറയുന്നുണ്ട്. അതിൽ മുഅക്കദായത് 10 റക്അത്താണ്. അപ്പോൾ അതൊക്കെ മനസ്സിലാക്കുക. എഴുത്തിക്കാഫിൻ്റെ നിയ്യത്ത്, നവൈത്തുൽ എഴുത്തിക്കാഫ ഫിയാദൽ മസ്ജിദില്ലാഹി തആല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ റമളാനിലെ അവസാന 10 ദിവസം പ്രത്യേക എഴുത്തിക്കാഫ് ചെയ്യാറുണ്ട്. മനസ്സിലാക്കുക. എത്തിക്കാഫിന് വളരെയധികം പുണ്യമുണ്ട്. റമളാനിലെ എത്തിക്കാഫിന് പ്രതിഫലം വളരെ കൂടുതലാണ്. പുണ്യങ്ങളുടെ പൂക്കാലമാണ് റമളാൻ. ഒരു നന്മക്ക് 700 ഇരട്ടിയും അതിലധികവും 700 ഇരട്ടിയും അതിലധികവും പ്രതിഫലം ലഭിക്കുന്ന മാസമാണ് റമളാൻ. അപ്പോൾ റമളാനിനെ കുറിച്ച് പറയുന്നതിൻ്റെ കൂടെ ഇതൊക്കെ എഴുതാം. നിസ്കാരം ബാത്തിലാകുന്ന കാര്യങ്ങൾ അത് പഠിക്കുക. സഹവിൻ്റെ സുജൂദ്, അബ്ആദ് സുന്നത്തുകൾ, അതിനൊക്കെ കുറിച്ചൊക്കെ ഇതുപോലെ 5 വരി കുറയാതെ എഴുതാൻ വന്നാൽ മനസ്സിലാക്കി എഴുതാം. പിന്നെ നിസ്കാര ശേഷം ചൊല്ലേണ്ട ദിക്റുകൾ വന്നാൽ വിട്ട ഭാഗം പൂരിപ്പിക്കാനായിട്ട് വരും. അല്ലാഹുമ്മ ലാ മാനിയ ഡാഷ് ബാക്കിയേ തരും. അപ്പോൾ ലിമാ അഴുത്തൈത്ത വലാ മുഅ്തിയ അങ്ങനെ കുറച്ച് നമുക്ക് ഇടവിട്ടൊക്കെ തരും. അപ്പോൾ അത് നന്നായി മനസ്സിലാക്കി ദിക്റുകളൊക്കെ പഠിക്കുക. അല്ലാഹുമ്മ അൻത ഡാഷ് വമിൻകസ്സലാം, അൻതസ്സലാമു വമിൻകസ്സലാം. അപ്പോൾ എവിടുന്നാ വരിക നമുക്ക് പറയാൻ പറ്റൂല. അപ്പോൾ അതൊക്കെ മനസ്സിലാക്കി എല്ലാവരും പഠിക്കുക. അപ്പോൾ എത്രയാണ് ഈ ചോദ്യപേപ്പറിൽ മനസ്സിലാക്കേണ്ടത്? അപ്പോൾ ഇതിൻ്റെ കൂടെ ഞാൻ കുറച്ച് പറഞ്ഞിട്ടുണ്ട്. ഇനിയും നമുക്കൊരു ഫിഖ്ഹുൽ ഇസ്ലാമിൻ്റെ ചോദ്യപേപ്പർ കൂടി റിവിഷൻ ചെയ്യാനുണ്ട്. അപ്പോൾ എല്ലാവരും ഉപകാരപ്പെടുത്തുക. കൂട്ടുകാർക്കൊക്കെ വീഡിയോ ഷെയർ ചെയ്തെടുക്കുക. ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. എന്തെങ്കിലും തെറ്റുകളൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് കമൻ്റായിട്ടോ മെസ്സേജ് ആയിട്ടോ അയയ്ക്കുക. മെസ്സേജ് നമ്പർ എല്ലാവർക്കും അറിയാലോ, 82 89 89 29 85. അതിൽ മെസ്സേജ് ചെയ്യുക. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.